ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അച്ചപ്പത്തിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്നും എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അച്ചപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്താണ് ഞാൻ അടിച്ച് പാൽ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ 2 മുട്ട, 1 കപ്പ് പഞ്ചസാര, പിന്നെ വേണ്ടത് 1 സ്പൂൺ കറുത്ത എള്ള്, പിന്നെ 1/2 സ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ ഞാൻ എടുക്കാറ് സാധാരണ 1 കിലോ അരിക്ക് 2 മുട്ട, 1 തേങ്ങ. പക്ഷെ വലിയ തേങ്ങ ആയിരിക്കണം. ചെറിയ തേങ്ങയാണെങ്കിൽ നമ്മൾ 2 എടുക്കണം. ഇത് നല്ല വലിയ തേങ്ങയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 1 എടുത്തത്. അപ്പോൾ ആ മുട്ട നല്ലതുപോലെ ഒന്ന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മാവ് ഒന്ന് കലക്കിയെടുക്കാം. അപ്പം നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പൊടിച്ചു കൊണ്ടുവന്നേക്കുന്നതാണ്, വറുക്കാൻ പാടില്ല. വറുത്ത പൊടി കൊണ്ടൊക്കെ അച്ചപ്പം ചെയ്യുന്നവരുണ്ടെന്ന് പറയണു, പക്ഷേ ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഞാൻ പച്ചപ്പൊടി കൊണ്ടാണ് ഞാൻ സാധാരണ അച്ചപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ 1 കിലോ അരിക്കുള്ള അച്ചപ്പമാണ് തയ്യാറാക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ആദ്യം തന്നെ ഒരുമിച്ച് എല്ലാം കൂടി ഒഴിക്കണമെന്നില്ല. നമ്മൾ ആദ്യം മാവ് ഇട്ടിട്ട് അരിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കിയെടുത്താലും മതി. ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കിലോ അരിയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നല്ലതുപോലെ കുതിർത്ത് നല്ല പൊടിയായിരിക്കണം. അച്ചപ്പത്തിന് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയുടെ അതേപോലെ ആയിരിക്കണം. അപ്പം ഞാൻ 1 കിലോ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലതുപോലെ കെട്ടാതെ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക. ഒത്തിരി ലൂസായി പോരുത്, ഇത്തിരി കട്ടിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. കാരണം ഇത് ഇരിക്കും തോറും പതുക്കെ ഒന്ന് ലൂസായി വരും. അപ്പം നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ആ പാത്രത്തിൽ വേണം നമ്മൾ അച്ചപ്പത്തിൻ്റെ അച്ച് മുക്കി അച്ചപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാനുള്ള അച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് നല്ലതുപോലെ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കുക. ഈ അച്ചപ്പത്തിൻ്റെ അച്ച് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് നല്ലതുപോലെ തേച്ച് കഴുകി വെളിച്ചെണ്ണയൊക്കെ പെറ്റി വെയിലത്ത് വെച്ചെടുക്കുക. അതല്ലെങ്കിൽ കുറച്ചധികം നേരം തിളച്ച വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചാൽ മതി. ഇപ്പം ഇതേപോലെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അച്ച് ഒരിക്കലും മുഴുവനായിട്ട് മുക്കരുത്. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ പറയുന്നത്. സാധാരണ അച്ചപ്പം ഉണ്ടാക്കുന്നവർക്ക് അറിയാതെ എങ്ങനെയാണെന്നുള്ളത്. അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഇപ്പം തുടങ്ങുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അച്ചപ്പത്തിൻ്റെ അച്ച് മുഴുവനായിട്ട് നമ്മൾ മാവിൽ മുക്കരുത്. അങ്ങനെയാകുമ്പോൾ അച്ചപ്പം ഈ അച്ചിൽ നിന്ന് വിട്ടുപോരില്ല. അതുമല്ല, അച്ചപ്പം ഒരെണ്ണം നമ്മൾ മുക്കിയിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അച്ച് വെളിച്ചെണ്ണയിൽ തന്നെ വെക്കണം, തിളച്ച വെളിച്ചെണ്ണയിൽ തന്നെ വെക്കണം. എന്നിട്ട് വേണം പിന്നെ അടുത്തത് മുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഈ അച്ചപ്പത്തിൻ്റെ അച്ചയിൽ മാവ് പിടിക്കില്ല. അപ്പോൾ ഒരു അച്ചപ്പം ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇട്ടത് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്ത് മാറ്റുക. അത്രയും സമയം തിളച്ച വെളിച്ചെണ്ണയിൽ അച്ച് ഡിപ്പ് ചെയ്തിടുക. മാവിൽ അച്ച് മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് വെച്ചതിന് ശേഷം പതുക്കെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വിട്ടുപോരും. അപ്പോൾ നമ്മൾ ഒരു അച്ചപ്പം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇട്ടത് എടുക്കുക, രണ്ടാമത് ഇട്ടത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചപ്പം റെഡിയായി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ അളവിൽ മാവൊക്കെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് 1 കിലോ അരിക്ക് ഒരു 75-80 അച്ചപ്പം നമുക്ക് കിട്ടും. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ അച്ചപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടുന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.